ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല മഴയുള്ളൊരു ദിവസമാണേ, ഭയങ്കര മഴ പെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാനിന്നൊരു ചെടിയെക്കുറിച്ച് പറയാമെന്ന് വിചാരിച്ചു. നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണേ. അതിൻ്റെ പേരെന്തെന്ന് വെച്ചാൽ പെപ്രോമിയ. അത് പെപ്രോമിയ പല വിധത്തിലുള്ളതുണ്ട്, പല ടൈപ്പുണ്ട്. അപ്പം അതിനകത്ത് ഒരു ടൈപ്പിനെ ഞാൻ കാണിച്ചു തരാമെന്ന്. അതിൻ്റെ ഫുള്ള് കാര്യങ്ങൾ, എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം ഞാനിന്ന് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇതാണ് പെപ്രോമിയ. നല്ല ഭംഗിയില്ലേ ഇതിനെ കാണാൻ? ഇത് നമുക്ക് ഇൻഡോറായിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെടിയാണേ. വലിയ കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം അങ്ങനെ അങ്ങോട്ട് പെട്ടെന്ന് നശിച്ചു പോകുന്ന ടൈപ്പൊന്നും അല്ല. പിന്നെ വെള്ളം കൂടിക്കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ അഴുകിപ്പോകുന്നത്. അതും നമ്മൾ വെയിലത്തൊന്നും അല്ല, കൂടുതൽ വെയിലുള്ള സ്ഥലത്തും വെക്കാൻ പാടില്ല ഈ ചെടി. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ ഈ ഇൻഡോറായിട്ടൊക്കെ വെക്കുമ്പോൾ നമ്മൾ കുറേ കൂടുതൽ വെള്ളമൊക്കെ ഒഴിച്ച് വെയിലൊന്നും കിട്ടാതിരിക്കുമ്പോൾ ചിലപ്പോൾ ഫംഗസ് ബാധയൊക്കെ വരും. അങ്ങനെ പിന്നെ അഴുകിപ്പോവാൻ സാധ്യതയുണ്ട്. അങ്ങനെ അഴുകിപ്പോയ വേറൊരു പെപ്രോമിയ ഞാൻ കാണിച്ചു തരാം. ഈ ടൈപ്പല്ല, ഇത് വേറൊരു പെപ്രോമിയ. ഇത് കണ്ടോ? ഇത് നല്ല ഭംഗിയായിട്ട് ബുഷായിട്ട് നിന്ന ഒരു ചെടിയാണേ. പക്ഷേ വെയിലൊന്നും കൊള്ളാതിരുന്നിട്ട് വെള്ളം കൂടിപ്പോയിട്ടോ എന്താണെന്നറിയത്തില്ല, ഇത് ഇങ്ങനെ നശിച്ചുപോയി. ഇത് ചോട് വെച്ച് അഴുകിപ്പോയി. ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഇല നമുക്ക് നട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പിടിച്ചു വരും. കാരണം പിന്നെ ഇതിൻ്റെ ഈ തണ്ടും പോയല്ലോ. കുറച്ചുകൂടെ മുന്നേ ആയിരുന്നെന്നുണ്ടെങ്കിൽ നമുക്ക് ശ്രമിച്ചാൽ ചിലപ്പോൾ കിളിച്ചു വന്നേനെ. പിന്നെ ഇതിനകത്ത് കണ്ടില്ലേ, നന്നായിട്ട് ഈ ഫംഗസ് ബാധ വന്നിട്ട് വെള്ളം കൂടിപ്പോയിട്ടാണോ എന്ന് എനിക്ക് അറിയാൻ വയ്യ. ഇത് മഴയില്ലാത്ത, ഈ വെയിലില്ലാത്ത സ്ഥലത്ത് ഞാൻ വെച്ചിരുന്നതാണേ. അത് വെള്ളം കൂടിപ്പോയിട്ടാണോ അതോ വെയിൽ കിട്ടാഞ്ഞിട്ടാണോ എന്താണെന്നറിയത്തില്ല. ഇതും ഒരു പെപ്രോമിയാണ്. ഞാൻ കാണിച്ചു തരാം. ഇത് കേട്ടോ, ഇത് നല്ല ഭംഗിയുള്ളൊരു പെപ്രോമിയ. ഇതിൻ്റെ വേറെ ചെടിയുണ്ട്, അത് ഞാൻ പിന്നെ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഈ അഴുകൽ ഉണ്ടാവുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തന്നെയാണേ. ഇപ്പോൾ ഇത് ഇരുന്നത് കൊണ്ട് ഞാനിത് കാണിച്ചതാണ്. ഇത് കണ്ടോ? അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഞാൻ പറഞ്ഞാൽ ഇൻഡോർ പ്ലാന്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇൻഡോർ പ്ലാന്റ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ കുറച്ചൊരു വെളിച്ചം കിട്ടുന്ന സ്ഥലത്ത് വേണം ഈ ചെടി വെക്കാൻ. അല്ലാണ്ട് തീരെ ഇരുട്ടായ സ്ഥലത്തൊന്നും കൊണ്ടുവന്ന് ചെടി വെക്കരുത്. ഇത് ഇൻഡോർ പ്ലാന്റ് ആണ് എന്ന് പറഞ്ഞും കൊണ്ട് കൊണ്ടുവന്ന് നമുക്ക് ഈ ഇരുട്ടുള്ള വെളിച്ചമൊന്നും കിട്ടാത്ത സ്ഥലത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചെടി നശിച്ചു. പിന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ ചോട് മണ്ണ് ടച്ച് ചെയ്ത് നോക്കണം. വിരൽ വെച്ചിട്ട് ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ വെള്ളം നനവ് അല്ല, മണ്ണ് നമ്മുടെ കയ്യിൽ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ അപ്പം ഇതിനകത്ത് വെള്ളമയം ഇല്ലയെന്ന് ആലോചിക്കണം. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇലക്കൊക്കെ എത്തി സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും നല്ലതാണേ. ഇപ്പോൾ ഇതിനകത്ത് കണ്ടില്ലേ, ഇതിപ്പോൾ എൻ്റെ കയ്യിൽ മണ്ണ് പറ്റി. അതെന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തതേ ഉള്ളൂ. വെള്ളം ഒഴിച്ചു കൊടുത്തത് കൊണ്ടാണ് അങ്ങനെ നനവുള്ളത്. പിന്നെ ഇതിന് നടിയിൽ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതിന് തൈകളുണ്ടാവും. പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള ഇലകൾ ഒടിച്ചിട്ട് ഇങ്ങനെ ഒടിച്ചെടുത്തിട്ട് ഇതിങ്ങനെ മണ്ണിൽ വെച്ച് കൊടുക്കുമ്പോൾ തൈയായിട്ട് വരും. അപ്പോൾ അങ്ങനെ വെച്ച് കൊടുക്കുമ്പോഴത്തേനും നല്ല എന്താ പറയുന്നത്, നല്ല ബുഷായിട്ട് വരും കേട്ടോ ചെടി. കുറേ തൈകളായിട്ട് ഇങ്ങനെ വരും. അപ്പോൾ ചെടി കാണാനും ഒരു ഭംഗിയാണ്. ഇതും ഞാൻ ഇല വെച്ച് നട്ട് പിടിച്ച തൈയാണേ. അപ്പോൾ ഇതിനകത്ത് നോക്ക്, ഇതിനകത്തിപ്പം ഒരു തൈയായിട്ടാണ് വന്നതെങ്കിലും, പക്ഷെ ഇപ്പോൾ ഇതിനകത്ത് കാണിച്ചു തരാം, 3 തൈയോളം ഉണ്ട്. 1 2 3 തൈയോളം ഉണ്ട് ഇതിനകത്ത്. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് ഓരോ തൈകൾ പിരിച്ച് വേണമെന്നുണ്ടെങ്കിൽ നട്ട് മാറ്റി നടാം.
അതല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കണക്ക് തന്നെ ഇതിൻ്റെ ഇല, ഇത് ഈ ഒരു ഇല ഇങ്ങനെ പറിച്ച് ഇത് എടുക്കുക. ഇവിടുന്ന് ഇത്രയും നീളത്തിന് മതി, ഇത്രയും നീളത്തിന് മുറിച്ചെടുക്കുക. എന്നിട്ട് അത് മണ്ണിൽ വെച്ച് കൊടുക്കുക. അങ്ങനെ നമുക്ക് തൈകൾ ഉണ്ടാക്കാവുന്നതാണ്. അത് പെട്ടെന്ന് കിളിക്കുകയും ചെയ്യും, ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ അങ്ങനെ പിടിച്ച ഒരു തൈ ഞാൻ കാണിച്ചു തരാം. വേണ്ട, ഇത് വേറൊരു ചെടിയുടെ ചട്ടിയാണേ. പക്ഷെ ഞാൻ ഒരു ഇല ഇങ്ങനെ ഒടിഞ്ഞു വീണപ്പോൾ ഞാൻ എടുത്തിട്ട് അങ്ങോട്ട് നട്ടതാണ്. നട്ടിട്ട് ഇപ്പോൾ ദാ കണ്ടില്ലേ, കുഞ്ഞു തൈ കിളിച്ചു വന്നു. ഇതിനകത്ത് ഇനി ഇതിപ്പോൾ നമുക്ക് കാണുമ്പോൾ ഒരു തൈയാന്ന് വിചാരിക്കും, പക്ഷേ ഇതിനകത്ത് വേറെ 2-3 തൈകളായിട്ട് വരും. അപ്പോൾ ഇത് നമുക്ക് ഇനി കുറച്ചും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിരിച്ച് നട്ട് വേറൊരു ചട്ടിയിലേക്ക് മാറ്റിയിടാവുന്നതാണ്. അപ്പോൾ നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ആ ചട്ടി നിറഞ്ഞ് ഇത് നിൽക്കുന്നില്ലേ, ഇതേമാതിരി തന്നെ നല്ല ബുഷായിട്ട് നിൽക്കും. നല്ല ഭംഗിയുള്ളതുമാണ്. നല്ല പച്ച കളറിനകത്ത് ഇതേമാതിരി വൈറ്റ് ഷെയ്ഡും കൂടെ വരുമ്പോൾ നല്ല ഭംഗിയാണ്. പിന്നെ നമുക്ക് വെയിൽ കൊടുക്കണ്ടേന്ന് പറഞ്ഞാൽ നേരിട്ട് വെയിൽ കിട്ടുന്ന സ്ഥലത്ത് ഈ ചെടി വെക്കാത്തതാണ് നല്ലത്. വേറൊന്നുമല്ല, അത്ര അങ്ങോട്ട് വെയിൽ തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലയൊക്കെ ഭംഗി പോയി കരിഞ്ഞ് ഒക്കെ പോകുന്ന കാണാം. എന്നോട്ട് വെളിച്ചം വേണവും താനും. നേരിട്ട് സൂര്യപ്രകാശം കിട്ടാത്തതും നമ്മുടെ വീടിൻ്റെയൊക്കെ ഷെയ്ഡ് ആ ഭാഗങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, സിറ്റ് ഔട്ട് അങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങളിലൊക്കെ നമുക്ക് ഈ ചെടി വെക്കാവുന്നതാണ്. പിന്നെ വെള്ളം നനയുന്നത് മഴയത്ത് വെക്കാതിരിക്കുക. മഴയത്ത് വെച്ച് കഴിഞ്ഞാലും ഇതേമാതിരി ഫംഗസ് ബാധ വന്നിട്ട് ഈ വെള്ളം കെട്ടി നിന്നോ അല്ലെങ്കിൽ വെള്ളം കൂടുതൽ ചീഞ്ഞു പോകും. അപ്പോൾ അതും ഈ കൂടുതൽ മഴ നനയുന്നിടത്തും വെക്കാതിരിക്കുക മഴ സമയത്ത് കേട്ടോ. പിന്നെ ഈർപ്പം എപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ്. നമുക്ക് വെള്ളം നനവില്ലെങ്കിൽ കൂടി പിന്നെ കുറച്ച് നനച്ചാൽ മതിയെങ്കിലും കുറച്ച് ഈർപ്പം ഇഷ്ടപ്പെടുന്ന ചെടിയാണ്. എന്നാലേ ഇത് ഫ്രഷായിട്ട് ഇങ്ങനെ നല്ല നല്ല കരുത്തോടുകൂടി വളർന്നു വരുള്ളൂ. പിന്നെ ഇതിന് വളം കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഞാനിപ്പോൾ ഈ പോട്ടി മിക്സിനകത്ത് ചകിരിച്ചോറ്, പിന്നെ അതേപോലെ കമ്പോസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ അടിയിൽ കുറച്ച് കരിയില ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് നാളത്തേക്ക് ഇപ്പോൾ ഒരു തൈ ഇപ്പോൾ ഇത്രയും വലുതായില്ലേ, ഇത്രയും വലുതായതുവരെ ഞാൻ വളം വേറെ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വളം കുറച്ച് ഇട്ട് കൊടുക്കാം. അത് ലിക്വിഡായിട്ട് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ അല്ലാതെ ഇട്ട് കൊടുക്കാം, പൊടിയായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചട്ടിയോട് ചേർന്ന് ഈ ചെടിയോട് ചേർന്ന് ഇടരുത്. ചട്ടിയോട് ചേർന്നിട്ടുള്ള ഭാഗത്ത് റൗണ്ടിന് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. അതും കൂടുതലൊന്നും ഇടേണ്ട ആവശ്യമില്ല. നമുക്ക് കമ്പോസ്റ്റ് എന്തെങ്കിലും ഇടുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. അതല്ല രാസവളം ഇടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കണക്ക് ചട്ടിയുടെ ചുറ്റുമായിട്ട് ഇട്ട് കൊടുത്താൽ മതി, ചട്ടിയുടെ ചേർന്ന് കേട്ടോ. അപ്പോൾ ചെടിയുടെ ചോട്ടിൽ തട്ടാത്ത രീതിയിൽ രാസവളം, ജൈവവളം ആകുമ്പോഴത്തേനും അതൊരു പ്രശ്നമല്ല. എന്നിട്ട് ഈ മണ്ണ് ഒന്ന് ഇളക്കിയും കൂടി ഇട്ട് കൊടുക്കണം. വളം ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഒന്ന് മണ്ണ് ഇളക്കിയും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത്രയൊക്കെ ഈ ചെടിയെ പറ്റി പറയാനുള്ളൂ. പിന്നെ ഇതിനകത്തൊരു പൂവ് വരും. പൂവ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പൂവിന് നമ്മൾ പറയത്തില്ലേ, ഈ പാമ്പൊക്കെ വന്ന് കിടക്കുമ്പോൾ ഒരു മണമുണ്ട് എന്നുള്ള രീതിയിൽ പറയത്തില്ലേ, ഈ കപ്പ വേവിച്ച് ഊറ്റിയ മണമെന്നൊക്കെ പറയത്തില്ലേ, അതേമാതിരി ഒരു സ്മെല്ലാണ് ഇതിൻ്റെ പൂവിന്. അപ്പോൾ പലപ്പോഴും പിന്നെ സംശയം തോന്നിയിട്ടുണ്ട്, അയ്യോ ഇവിടെ എവിടെയോ പാമ്പുണ്ടല്ലോ എന്നുള്ള രീതിയിൽ. പിന്നെയാണ് എനിക്ക് കാര്യം മനസ്സിലായത്, ഇതിൻ്റെ പൂവിന് ഒരു തിരി പോലുള്ളൊരു പൂവാണ് വരുന്നത്. ആ പൂവിന് ഈ കപ്പ ഊറ്റിയ വെള്ളത്തിൻ്റെ ഒരു മണം വരുന്നത്. അപ്പോൾ അത് കണ്ടിട്ട് ഞാൻ ഷോപ്പിൽ ഇത് ചെടി വെച്ചിരുന്നപ്പോൾ ഇങ്ങനെ പിന്നെ പൂ വിരിഞ്ഞു വന്നപ്പോൾ
പിന്നെ അവിടെ സ്റ്റാഫ് എന്നോട് പറഞ്ഞു, അയ്യോ ചേച്ചി അവിടെ പാമ്പുണ്ടെന്നാണ് തോന്നുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്കതിന് മുന്നേ എനിക്കറിയായിരുന്നു. കാരണം ആദ്യമേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു, പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് ക്ലിയറായി. കാരണം ഇതിൻ്റെ ഈ പെപ്രോമിയയുടെ പൂവിന് അങ്ങനൊരു സ്മെല്ലുണ്ട്. അപ്പോൾ അത് കണ്ട് നമ്മൾ പേടിക്കാൻ നിൽക്കണ്ട, അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് കേട്ടോ. അപ്പോൾ പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ ഈ ചെടിയെ പറ്റി പറയാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇൻഡോറിൽ വെക്കാം, ഔട്ട്ഡോറിൽ വെക്കാം. പക്ഷേ വെയിൽ നേരിട്ട് കിട്ടാത്ത സ്ഥലത്ത് വേണം വെക്കാൻ. നമുക്ക് സിറ്റ് ഔട്ടിലോ അങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങളിലൊക്കെ വെക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, സബ്സ്ക്രൈബും ചെയ്യണേ. ഓക്കെ, താങ്ക് യു.